ആദ്യദിനം വചനവും ദൈവവും ഒന്നാണെന്നും വചനം മാംസം സ്വീകരിച്ചതാണ് ഈശോ എന്നും നമ്മൾ കണ്ടു. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയാകുവാനാണ് ഭൂമിയിൽ അവതരിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ഈശോ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലി ആയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഇന്ത്യക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി എന്നതിൻ്റെ ഉത്തരവും ഏകദേശം ഒരുപോലെയായിരിക്കും. രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമുക്കറിയാം എന്ന് നമുക്ക് തോന്നാം. പക്ഷേ പറഞ്ഞു തുടങ്ങുമ്പോൾ എവിടെയോ ഒരു പൊരുത്തക്കേട് നമുക്ക് അനുഭവപ്പെടും. ഈശോയുടെ ബലിയെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഡാനിയേലച്ചൻ പറഞ്ഞ രണ്ട് കഥകളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ ഒരു സൈന്യാധിപനും പടയാളികളും ഒരു രാജ്യം കീഴടക്കാനായി പുറപ്പെട്ടു. പല ദിവസങ്ങളിലെ യാത്രയ്ക്ക് ശേഷമേ അവിടെ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ കയ്യിലുള്ള ആഹാരം തീർന്നു പോകാതിരിക്കാൻ ഓരോരുത്തരും ഓരോ ദിവസം കഴിക്കേണ്ട ആഹാരം അവർ അളന്നു മാറ്റിവെച്ചു. ആരെങ്കിലും കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് 10 ചാട്ടവാറടി ശിക്ഷയും പ്രഖ്യാപിച്ചു. ഒരു ദിവസം സൈന്യാധിപന്റെ അമ്മ കൂടുതൽ ഭക്ഷണം കഴിച്ചു. എല്ലാവരും കരുതി സ്വന്തം അമ്മയല്ലേ, ശിക്ഷ വിധിക്കില്ല എന്ന്. എന്നാൽ നീതിമാനായ സൈന്യാധിപൻ 10 ചാട്ടവാറടി ശിക്ഷ പ്രഖ്യാപിച്ചു. പക്ഷേ ഇവിടെ കഥയിലൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. സൈന്യാധിപൻ അമ്മയ്ക്ക് പകരം ചാട്ടവാറടി സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നു. ആ മകൻ അമ്മയ്ക്ക് വേണ്ടി 10 ചാട്ടവാറടി ഏറ്റുവാങ്ങുന്നു. ഇതുതന്നെയാണ് യേശുദേവൻ നമുക്ക് വേണ്ടി ചെയ്തത്. പാപത്തിന് ശിക്ഷയുണ്ട്, എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ തന്നെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഭൂമിയിലേക്ക് അയച്ചു. ഇനി ആ അമ്മ പാപം ചെയ്യുമെന്ന്, തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റുവാങ്ങിയ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മളും പരമാവധി പാപത്തിൽ നിന്ന് അകന്നിരിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കഥ. ഒരിടത്ത് ഒരു ഇരട്ട സഹോദരങ്ങളുണ്ടായിരുന്നു. മൂത്ത ആൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നവനും ഇളയയാൾ ദൈവനിഷേധിയുമായിരുന്നു. ഇളയയാളുടെ പ്രവൃത്തികൾ മൂലം അവരുടെ മാതാപിതാക്കൾ വളരെ സങ്കടത്തിലായിരുന്നു. അവർ തങ്ങളുടെ മരണക്കിടക്കയിൽ വെച്ച് മൂത്ത മകനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ മരിക്കുന്നതിന് മുമ്പ് അവൻ നീതിമാനായി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മകനെ, നീ അതിനുവേണ്ടി പരിശ്രമിക്കണം. മൂത്ത സഹോദരൻ തന്നാൽ കഴിയും വിധമെല്ലാം അതിനായി പരിശ്രമിച്ചു. പക്ഷേ അതിന് ബലമുണ്ടായില്ല. നാളുകൾ കടന്നുപോയി. ഒരിക്കൽ ഇളയ മകൻ നാട്ടിലൊരു സംഘവുമായി വഴക്കുണ്ടാക്കി. അവർ ചിലരെ അവൻ തല്ലുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവർ അവനെ പിടിക്കുവാൻ വേണ്ടി കത്തിയും കടാരയുമായി വരുന്നത് കണ്ട് അവൻ ചോര ഒലിക്കുന്ന വസ്ത്രവുമായി വീട്ടിലേക്ക് ഓടിക്കയറി. പേടിച്ച് കരയുന്ന അനിയനോട് ചേട്ടൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ചേട്ടൻ അനിയനോട് പറഞ്ഞു, നിന്റെ ചോരക്കറയുള്ള വസ്ത്രങ്ങൾ നീ എനിക്ക് ഊരിത്തരൂ, എന്നിട്ട് വേഗം മുറിക്കുള്ളിൽ കയറി കതക് അടയ്ക്കൂ. അനിയൻ ചേട്ടൻ പറഞ്ഞത് പ്രകാരം പ്രവർത്തിച്ചു. മുറി പുറത്തു നിന്ന് പൂട്ടി ചേട്ടൻ അനിയനോട് പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമായിരുന്നു നിന്റെ മാനസാന്തരം. നീ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഞാനിപ്പോൾ മരണത്തിന് കീഴടങ്ങാൻ പോവുകയാണ്. ഇനി മുതൽ നീ ഞാനായി വേണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അപ്പോഴേക്കും കൊലവിളി മുഴക്കി ആ സംഘം അങ്ങോട്ട് പാഞ്ഞു കയറി ചെന്നു. അവർ അനിയനാണെന്ന് കരുതി ചേട്ടനെ തല്ലുകയും ഒടുവിൽ കുത്തിക്കൊല്ലുകയും ചെയ്തു. ഈ കഥയിൽ ജ്യേഷ്ഠൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഈശോ നമുക്ക് വേണ്ടിയും ചെയ്തത്. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. ഇനി നമ്മൾ ഈശോയെ പോലെ ജീവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. മക്കളുടെ തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു പിതാവ് മക്കളുടെ അനുഗ്രഹമാണ്. തെറ്റ് ചെയ്ത ആളുടെ ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുത്തു എന്നത് ഒരു കുറവല്ല. ആ സ്നേഹം കണ്ട മക്കൾ പിന്നീട് ആ തെറ്റ് ചെയ്യരുത് എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ദൈവപിതാവിൻ്റെ ഈ വലിയ പദ്ധതിയെപ്പറ്റി യേശുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യേശയ്യാ പ്രവാചകന് വെളിപാട് ലഭിച്ചിരുന്നു. നിങ്ങൾ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ 5-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.